ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹോം മെയ്ഡ് കുക്കിംഗ് ആൻഡ് ക്രാഫ്റ്റ്സ്. ഇന്ന് നമുക്ക് മൈക്രോഗ്രെയിൻസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. മുളപ്പിച്ച വിത്തുകളേക്കാൾ പോഷകസമ്പന്നമാണ് മൈക്രോഗ്രെയിൻസ്. മൈക്രോഗ്രെയിൻ ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്കും കിച്ചൺ കൗണ്ടറിലും ഫ്രിഡ്ജിൻ്റെ പുറത്തൊക്കെ വളർത്തിയെടുക്കാവുന്നതാണ്. 7 ദിവസം മുതൽ 10 ദിവസത്തിനുള്ളിൽ എടുക്കുന്നതിനെ പറയുന്നതാണ് മൈക്രോഗ്രെയിൻസ്. ഇതിൻ്റെ ന്യൂട്രീഷ്യൻസ് വളരെയധികമാണ്. മണ്ണും വളങ്ങളൊന്നുമില്ലാതെ ടിഷ്യൂ പേപ്പറിലോ തുണിയിലോ ചെയ്തെടുക്കാവുന്നതാണ്. അതിനായിട്ട് ചെറുപയർ, വൻപയർ, പയർവർഗ്ഗങ്ങളിലെല്ലാം ഇടാം. അതേപോലെ ഉലുവ, കടുക് ഇടുമ്പോൾ ചെറിയൊരു കയ്പുണ്ടാവും. പയറൊക്കെ എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ളത് നോക്കിയെടുക്കണം. മേടിച്ചിട്ട് കുറേ നാൾ കഴിഞ്ഞിട്ടുള്ളത് എടുക്കരുത്. അങ്ങനെയൊക്കെ ഇരുമ്പോൾ വളർന്നു വരികയില്ല. പയർവർഗ്ഗങ്ങളൊക്കെ ഒന്ന് മുള വന്നതിന് ശേഷം നടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വളർന്നു വരും. അതിനായിട്ട് ഒരു ദിവസം വെള്ളത്തിലിടണം. ഇപ്പോൾ രാവിലെ ഇടണമെങ്കിൽ ഉച്ചക്ക് ഒന്ന് വെള്ളം മാറ്റണം, രാത്രിയാകുമ്പോൾ ഒന്ന് മാറ്റിയെടുക്കണം. ഒരേ വെള്ളത്തിൽ തന്നെ ഒരു ദിവസം മുഴുവൻ ഇരിക്കണമെങ്കിൽ അത് ചീത്താകാൻ സാധ്യതയുണ്ട്. അങ്ങനെ 2 പ്രാവശ്യം മാറ്റിയിട്ട് പിറ്റേ ദിവസം രാവിലെ എടുത്തിട്ട് വെള്ളം കളഞ്ഞ് മാറ്റി വെക്കുക. എന്നിട്ടൊരു വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് നടാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ മുള വരാൻ തുടങ്ങിയിട്ടുണ്ടാവും. മൈക്രോഗ്രെയിൻസ് നടാനായിട്ട് ചെടിച്ചട്ടിയുടെ ആവശ്യമൊന്നുമില്ല. ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രമോ പാഴ്സൽ വന്ന പാത്രമോ ഏതെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. അല്ലെങ്കിൽ തൈരിൻ്റെ പാത്രമോ ഐസ്ക്രീം പാത്രമോ അങ്ങനെ ഏത് പാത്രവും ഉപയോഗിക്കാവുന്നതാണ്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു 4 ലെയറിൽ കട്ടിയിൽ ടിഷ്യൂ പേപ്പർ വെക്കുക. അല്ലെങ്കിൽ വെള്ള തുണിയുണ്ടെങ്കിൽ അത് ഇടുക. കളറാകുമ്പോൾ അതിൻ്റെ കളർ ഇളകാൻ സാധ്യതയുണ്ട്. എന്നിട്ട് 4 ലെയറും വെച്ചിട്ട് ഒന്ന് വെള്ളം സ്പ്രേ ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ മീതെ പയർ നടുക. ഇങ്ങനെ ഓരോ പാത്രത്തിൽ ഓരോന്നായിട്ട് നടാവുന്നതാണ്. ഉലുവ അതേപോലെ ഒരു ദിവസം വെള്ളത്തിലിട്ടിട്ട് നടുകയാണെങ്കിൽ പെട്ടെന്നുണ്ടാവും. കടുക് ഞാൻ അങ്ങനെ തന്നെയാണ് നട്ടത്, വെള്ളത്തിൽ കുതിർത്തിയില്ലായിരുന്നു. ഇങ്ങനെ ഓരോ ദിവസവും ചെറുതായിട്ട് മുളച്ച് വരാൻ തുടങ്ങും. എല്ലാം 7 ദിവസം ആറായപ്പോൾ ഇവിടെ വളർന്നു വന്നിട്ടുണ്ട്. ഓരോ രാജ്യത്തെ ക്ലൈമറ്റ് അനുസരിച്ച് വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാലും ഒരു 7 മുതൽ 10 ദിവസത്തിനുള്ളിൽ ഇത് മൊത്തം വളർന്നു വരുന്നതാണ്. എല്ലാ ദിവസവും 2 നേരം വെച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. സ്പ്രേ ഇല്ലെങ്കിൽ കൈവച്ച് ഒഴിക്കുകയാണെങ്കിൽ വെള്ളം ഒഴിക്കുമ്പോൾ കുത്തി ഒഴിക്കരുത്. അതേപോലെ വെള്ളം അടിയിൽ തെങ്ങി നിൽക്കരുത്. ടിഷ്യൂ പേപ്പറിൻ്റെ അടിയിൽ വെള്ളം നിൽക്കരുത്. അങ്ങനെ വരുമ്പോൾ ഇത് ചീത്താകാൻ സാധ്യതയുണ്ട്. നടാൻ മാത്രം ഒരു 2 മിനിറ്റ് എടുക്കുകയുള്ളൂ. അതിനുശേഷം എല്ലാ ദിവസവും ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്താൽ മാത്രം മതി. അധികം സമയമില്ലാത്തവർക്കും സ്ഥലമില്ലാത്തവർക്കും കിച്ചൺ ടോപ്പിലൊക്കെ ആണെങ്കിൽ നല്ലതായിരിക്കും. ഞാനിവിടെ കിച്ചൺ ടോപ്പിൽ വെച്ചത് ചെറിയൊരു വെയിലും കൊണ്ട് അതേപോലെ നമുക്ക് എപ്പോഴും നോക്കാവുന്നതാണ്. ഇത് കട്ട് ചെയ്യുമ്പോൾ ആ ടിഷ്യൂ ഭാഗം പൊക്കിയെടുക്കാം. അപ്പോൾ അത് മൊത്തത്തിൽ നമുക്ക് കിട്ടും. അതിൻ്റെ വേര് മാത്രം നമുക്ക് കളയേണ്ട ആവശ്യമുള്ളൂ. മണ്ണൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്താൽ മാത്രം മതിയാവും. എന്നിട്ട് ഇതിൻ്റെ അറ്റത്തായിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ആ വേര് മാത്രം മാറ്റിയിട്ട് ബാക്കി മുഴുവൻ നമുക്ക് കറിയിൽ ഉപയോഗിക്കാം. ഇങ്ങനെ ഓരോ ആഴ്ച നമുക്ക് ഓരോ നടുകയാണെങ്കിൽ വീട്ടിൽ തന്നെ നമുക്ക് ആവശ്യമുള്ള ഇലക്കറികൾ നമുക്ക് തന്നെ ഉണ്ടാക്കാവുന്നതാണ്. ഇതിനാകെ ആവശ്യം
ഒരു പിടി പയറുവർഗ്ഗം മാത്രമാണ്. എല്ലാവരും ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക.